ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് പോർക്ക് ഉലർത്തിയതാണ്. അതിന് വേണ്ടിയിട്ട് ഏകദേശം നല്ല നെയ്യുള്ള 1/200 വരുന്ന പോർക്ക് എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വെള്ളം പോകാൻ വെക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുമ്പോഴാണ് നമുക്കതിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വരിക. ഏകദേശം തിരുമ്മി വെച്ച് നമ്മളൊരു അരമണിക്കൂറെങ്കിലും മാറിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് തിരുമ്മാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനേഗർ, 1 ടീസ്പൂൺ ഓയിൽ. നമ്മളിനി കോക്കനട്ട് ഓയിലാണ് എടുക്കണമെങ്കിൽ അതെടുക്കാം കേട്ടോ. തിരുമ്മാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വലിയ സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി. അത് എല്ലാം നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും തിരുമ്മി വയ്ക്കണം. ഇപ്പോൾ കുക്കർ വിസിലിടാണ്ട് നമ്മൾ ഇതുപോലെ മൂടി വെച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. അത് വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിൽ കേൾപ്പിക്കണം കേട്ടോ. ഞാനിത് വിസിൽ കേൾപ്പിച്ചിട്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം വറ്റിയപ്പോഴത്തേനും തന്നെ. അതിനുശേഷം ഉലത്താൻ വേണ്ടിയിട്ട് 2 വലിയ സവാള, 1/2 തക്കാളി, 1 ഉണ്ട വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം നമ്മൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇതിനതിനാവശ്യമായിട്ടുള്ള പൊടികൾ നോക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടി നമുക്ക് കൂടുതൽ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ചൂടാക്കി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആദ്യം ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അതൊന്ന് പതിയെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ സവാളയിലൊക്കെ നന്നായി പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പും കൂടിയും ചേർത്ത് നല്ല ബ്രൗൺ നിറം ആവണ വരെ നമ്മളിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി പൊടികൾ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. പൊടികൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം 1 മിനിറ്റോളം നമ്മളതിനെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മളതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ നമുക്കതിനെ കിട്ടത്തുള്ളൂ. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. 1/2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ തക്കാളി നന്നായിട്ട് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. അതിന് മുമ്പ് ചേർക്കുക. അപ്പോൾ നമ്മൾ ചെറുതീയിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് അത് വെന്ത് ഉടഞ്ഞ് ഇതുപോലെ വരും. ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഉടച്ച് കൊടുക്കുകയും വേണം. ഇപ്പോൾ നന്നായിട്ടത് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ മസാലയിലേക്ക് അത് യോജിപ്പിച്ച് ചേർത്ത് ഇളക്കി എടുക്കണം. അപ്പോൾ നമ്മളതിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ട് വരികയും ചെയ്യും കേട്ടോ. നമ്മളതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്ത ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടി പിടിക്കാണ്ട് നമ്മൾ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളി ടൊമാറ്റോ കെച്ചപ്പ് കൊണ്ട് ചേർന്ന് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അതിന് ശേഷം നമ്മളത് അതിൻ്റെ പതുക്കെ നടുഭാഗത്ത് ഒരു ഇത്തിരി ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് നടുഭാഗം ഒന്ന് മാറ്റി കൊടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം, സാധാ പച്ചവെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ച മസാലയൊക്കെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടത് മാറും. അപ്പോൾ അതൊക്കെ എണ്ണയൊക്കെ സൈഡിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പോർക്ക് അതിലേക്കിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റോളം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മളതിനെ ഇളക്കി ചെറുതീയിലിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൽ പതിയെ എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞ് നല്ല രീതിയിൽ അത് വഴന്ന് വരും. അതുവരെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ അത് ഇളക്കി കൊടുക്കും. ഒത്തിരി സ്പീഡ് കൂട്ടരുത് കേട്ടോ, അത് കരിഞ്ഞു പോവും. നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഒരിക്കലും തീ കൂട്ടിയിടാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നോക്കി അത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടില്ലേ, അതുപോലെ നല്ല രീതിയിൽ നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഒലന്ന് വരും. അപ്പോൾ ആ ഒരു പാകം വരെ നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സവാള, അതായത് സവാള നീളത്തിലരിഞ്ഞ സവാള ഉണ്ടല്ലോ, അത് ലാസ്റ്റ് ഇട്ട് കൊടുത്ത് അതിട്ട് ഒരു മിനിറ്റോളം നന്നായിട്ടത് ഇളക്കിയെടുക്കണം. അപ്പോൾ ആ നെയ്യിലൊക്കെ ആ സവാളയൊക്കെ പിടിച്ച് അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കണം. നോക്കി നമ്മുടെ പോർക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് പോർക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരും അഭിപ്രായമൊക്കെ പറയണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.